Wake up, Chipmunk. Chipmunk. After last night, I thought you'd call me a tiger. Sibin, it's nearly 8 o'clock and it's getting late. Relax, babe. There is always some time for love in this busy world. Sarsu? என்னோட சாக்ஸ் வந்து நினைக்கலையா நீ? நினைச்சது டிராயர்ல இருக்க, கொஞ்சம் பாருங்க. எங்க இன்னும் காணோமே. சரசு. ஓ, அந்த கபோர்ட் பக்கத்துல டிராவர் இருக்கு, அங்க கொஞ்சம் பாருங்க. ஓகே. ஓகே, கிடைச்சாச்சு. சிண்டு, காலை கொஞ்சம் கீழே போட்டு உட்காருடி. பெண் குட்டிகள் இப்படியே உட்காருது. தீபு, முடி கட்டிடி. எத்தனை வாட்டி சொல்றது? காலத்தை எழுந்திட்டு குளிச்சுக்கிறது கிடையாது, ஜபிக்கிறதும் கிடையாது. அப்படியே பல்லு தேய்ச்சி ஸ்கூலுக்கு போக வேண்டியது. Mom, everybody comes to school like this. ഓ സ്കൂൾ കഥ എനിക്ക് നന്നായി തരും. ബസ്സിൽ പെൺകുട്ടികൾ പോട്ട് വരുന്ന ഉടുപ്പ് பார்த்தாலே എനിക്ക് தெரியாதോ? ഇവരോടൊല്ലേ അച്ഛൻ അമ്മ ഇങ്ങനൊക്കെ ഇറക്കി വിടുന്നുണ്ടല്ലോ. അത് നനച്ചാലേ എനിക്ക് ആശ്ചര്യமா இருக்கு. சீக்கிரம் என்னங்க, கொஞ்சம் சீக்கிரம் வாங்க, காஃபி ஆறி போகுது. ഓ സരസു, ചുമ്മാ അലറാതെ. ഞാനൊരു കോഫി കുടിക്കുന്ന വിവരം ഈ കൗണ്ടിയിലുള്ളൊരു മുഴുവൻ അറിഞ്ഞു കാണും. എന്താ ഇഡ്ഡലി സാപ്പിടും? ഓ ഇന്നേക്ക് ഇഡ്ഡലിയാ ബെസ്റ്റ്. സാമ്പാർ கொஞ்சம் நீங்க எடுத்துக்கோங்க. Okay, then girls, now tell me. இன்னைக்கு என்ன அம்மா மக்கள் உனக்கு டாபிக்? Amma doesn't like girls wearing mini skirts to school. നിന്റെ അമ്മോട് അവർക്കൊക്കെ ഒരു ധാവണി വാങ്ങിച്ചു കൊടുക്കാൻ പറ. നിന്റെ അമ്മയുടെ ഒരു കാര്യം. எல்லாரும் சேர்ந்து அம்மாவே களியாக்கிக்கும். ஐயோ, it's 8 o'clock. அந்த காஃபி தான் 9:30 மீட்டிங் இருக்கு எனக்கு. ஓகே. ஏய் சரசு. என்னோட ஐடி பாத்தியா நீ எங்கயாவது? ஓ கடவுளே, ஒரு நாளையாவது இப்படி லேட் பண்ணாம உங்களால ஆபீஸ் போக முடியாது இல்லையோ? கம் ஆன், ஃபாஸ்ட். 9 o'clock ட்ரெயின் மிஸ் ஆச்சுனா என்னோட பணி கோவிந்தா. படுச்சா? இங்க ஓகே, தேங்க் யூ. மறந்துட்டு ஒரு இடத்துல வைக்க கூடாது. நான் நாளைக்கு வைக்கிறேன். மாமா இதோட சாப்பிடு. ஓகே, போயிட்டு வரேன். இது பாய் கழுகி போ. கம் ஆன், குயிக். தீபு பேக் எடுத்து. உமா. Love you, Mom. சீக்கிரம் வா. ഞാൻ അപ്പോഴേ അമ്മച്ചിയോട് പറഞ്ഞതാ, ഈ വയ്യാതിരിക്കുന്ന സമയത്ത് വെറുതെ റിസ്ക് എടുക്കണ്ട. നിന്റെ അപ്പച്ചനുള്ള കാലം മുതൽക്കേ ഉള്ള പരിചയമാ തോമാച്ചനുമായിട്ട്. 2 കുഞ്ഞുങ്ങളെയും വെച്ച് ബുദ്ധിമുട്ടിക്കഴിഞ്ഞ കാലത്തെ സഹായിക്കാനായിട്ട് വന്നവരിൽ ഒരാളാ. കേട്ടോ സാരി, ഈ പാവം തോമാച്ചൻ നാട്ടിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ട്. കൊടുക്കാൻ തോമാച്ചന് കിടക്കാൻ ഏതോ അന്യനാട്ടിൽ 6 അടി മണ്ണ് വിലയ്ക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. കണ്ടോ ചുമക്കുന്നത്? അല്ലെങ്കിൽ ഈ തണുപ്പത്ത് അമ്മച്ചിയുടെ ശാരീരാവസ്ഥ ഒന്ന് നോക്കണ്ടേ? ഓ, മഴ വരുന്ന ലക്ഷണമുണ്ട്. നമ്മുടെ നാട്ടിൽ ട്രെയിൻ വരുന്ന പോലെ ഇവിടെ മഴ വരുന്നത്. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അമ്മച്ചിയായിട്ട് ഇവിടെ നിന്ന് ഞാൻ കാർ ഇങ്ങോട്ട് എടുക്കാം. എന്താടും ഇത്? താൻ ഇപ്പോഴും തുണിയും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവാണോ? കുളിച്ചില്ലേ? ചേട്ടാ 5 മിനിറ്റ്, 2-3 ഷർട്ടും കൂടി കഴുകാണ്ടായിരുന്നതാ. എടാ, അതെല്ലാം കൂടെ എടുത്താൽ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ പാടില്ലേ? തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്ത് താൻ അലക്കി വെളുപ്പിച്ചോണ്ടിരിക്കും, ഞാൻ പോവാ. ചേട്ടാ പോലെ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരണ്ടേ? എടോ, ഞാൻ ചെന്നിട്ട് വേണം ഹോട്ടൽ തുറക്കാൻ. തന്നെയും കാത്തിരുന്നാലേ നേരം പോവും. ചേട്ടൻ പോക്കോ. അതെ, പോകുമ്പോ ശരിക്കും വാതിലടച്ചിട്ട് പോണേ. ഓ, പുള്ളി ചെല്ലക്കിളി കുളിച്ചോണ്ടിരിക്കുവല്ലേ? ചേട്ടാ,
ഹലോ, ഇതാര്? ഹണിമൂൺ പണിയോ? ഇതെന്ന് എത്തി? ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നീ ഇപ്പോഴാണ് വിളിക്കണേ? ഒരു വൈഫ് വീട്ടിൽ വന്ന് കയറേണ്ട താമസം. കഴിഞ്ഞ 10 വർഷം എല്ലാ തരികിടകൾക്കും കൂടെ തന്ന കൂട്ടുകാരൻ പുറത്ത് അല്ലേ? വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. നിന്നെയൊക്കെ കോഴിന്ന് വിളിച്ചാലേ ഇറവാട്ടി പറഞ്ഞ കോഴികൾ തൂങ്ങിച്ചേരും. ഹേയ്, ഹോൾഡ് ഓൺ എ സെക്കൻഡ്. ഒരു ചെറിയ ഓഫീസ് വർക്ക്. Stacy, what did I tell you? Red is your color. Hey, let me get that fire extinguisher before you set this place on fire. Stop it. So, are we still on lunch? I'll think about it. Hey. പറയടാ. ഏയ്, നിന്നെപ്പോലെ അല്ലല്ലോ. ഒരു പാവം ബാച്ചിലറായി പോയില്ലേ? അന്തിക്ക് വേണ്ടതിന് വേണ്ടി അധ്വാനിച്ചല്ലേ പറ്റൂ. എന്ത് പറയാൻ, ഈ ഇടയായിട്ട് വന്ന് തടയുന്നതൊക്കെ ഒരു 30 റേഞ്ചാണ്. ഈ 30+ മേലുള്ള പെണ്ണുങ്ങൾ യുനോ ഈ സ്ട്രീറ്റിൽ കിടക്കുന്ന ചൂയിങ്കം പോലെയാണ്. ഇത്തിരി ബലമുള്ളത് കിട്ടാൻ കാത്തിടക്കാണ് കയറി ഒട്ടിപ്പിടിക്കാൻ. ഇന്ന് ഒരുത്തിയെ ഒരു കണക്കിനാണ് ഒഴിവാക്കിയത്. Well, tell me, what's happening with you? Hey, come on bro. നീ വീണ്ടും തുടങ്ങല്ലേ? 2 ദിവസം സിക്ക് ലീവ് ചോദിച്ചപ്പോൾ മെഡിക്കൽ ലെറ്റർ ചോദിച്ചാൽ ഡാഷ് മോനാണ് എൻ്റെ മാനേജർ. പിന്നെയാണോ 2 ആഴ്ചത്തെ ഇന്ത്യൻ ട്രിപ്പ്? ആൻഡ് മോറോവർ യു നോ, ഐ ഹേറ്റ് വെഡിങ്സ് ഇൻ ഇന്ത്യ മാൻ. ഒരുമാതിരി സ്ട്രീറ്റ് ഫെയർ പോലെയാണ്. പരിചയമുള്ളവരും ഇല്ലാത്തവരായിട്ടൊരു 10,000-2,000 പേരുണ്ടാവും. So tell me, will you forget to send me the mail? No way. Sorry. Sorry. சொல்லு. என்னங்க, என்னோட அந்த ஃபேஸ்புக் பாஸ்வேர்ட் ஞாபகம் இருக்கா? நான் ராம்கி சரசு ட்ரை பண்ணிட்டேன். നിന്റെ പാസ്വേഡ് ഞാനാണോ ഓർത്ത് വെക്കേണ്ടത്? ഇതൊക്കെ നിനക്ക് എവിടെയെങ്കിലും കുറിച്ച് വെച്ചൂടെ? ലിസൺ, I've told you 1,000 times ഓഫീസ് ഹൗസിൽ എന്നെ വിളിക്കരുതെന്ന്. വേറൊന്നുമില്ലല്ലോ? All right then. Bye. இருங்க. It's from home. Okay. Okay then. See you. Bye, doctor. Bye-bye. ഡോക്ടർ. മോളെ. ആസിബി പറയടാ. എന്തുവാ? നിന്റെ എക്സ്ക്യൂസ് അല്ല എൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? നീ വരില്ലെന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് ആകെ സങ്കടം. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു 100 ചോദ്യങ്ങളും. നിന്നെയൊക്കെ തന്തയ്ക്ക് വിളിക്കാതെ പിന്നെ എന്ത് ചെയ്യണം? നിന്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏക ഭാര്യയുടെ പേര് നിനക്ക് ഓർമ്മയില്ല? ഗൗരി. ഗൗരി, ഗൗളി അല്ലടാ, ഗൗരി. ഓ, നിന്നെയൊക്കെ മലയാളം പഠിപ്പിച്ചവനെ തല്ലണം. നീ ചൂടോടെ പോയൊരു പട്ടൊരു കോഫി പോട്, അത് കുടിക്കാനാണ് ഞാനിന്ന് പോകുന്നത് തന്നെ. സത്യം പറഞ്ഞ നിന്റെ ട്രിപ്പ് മുടങ്ങണമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. എടി ദ്രോഹി, വർഷത്തിലൊരിക്കലത്തെ എൻ്റെ ട്രിപ്പിനിട്ട് തന്നെ നീ പണിയണവേ. ഉനക്ക് தெரியாது ശ്രുതി, നീ ഇടയ്ക്ക് വരുന്നതാ എനിക്കുള്ളൊരു ആശ്വാസം. ഈ വീട്ടിനകത്ത് അടിച്ചിരുന്ന് എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. സത്യത്തിൽ എനിക്ക് 1 വർഷം കൂടി തള്ളി നീക്കി എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതിയെന്നായി. പക്ഷെ ഇപ്പം രാമും കുട്ടിയൊക്കെ തിരിച്ചു പോകണ്ടെന്ന് சொல்றாங்க. എടി, നിന്റെ ഈ മെന്റൽ ബ്ലോക്ക് എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാവുന്ന ഫ്രഷ് ഔട്ട് ഓഫ് ദ ബോട്ട് ഫേസാ. എടി മോളെ, ഈ നാട്ടിലോട്ട് തിരിച്ചു പോക്ക് സ്വപ്നം എത്ര പെട്ടെന്ന് നീ എടുത്ത് ബിന്നിക്കളയോ അത്രയും നിനക്ക് കൊള്ളാം. അതിന് മാത്രമേ ഈ നാട്ടിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നുമില്ലെങ്കിലും വളർത്തമ്മ വന്നേ പെറ്റമ്മ പോലെ ആവോ? ഒരു വളർത്തമ്മയും പെറ്റമ്മയും